ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2023 ഡിസംബർ 23 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോ കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കി കാണുക. 2023 ലതാ മങ്കേഷ്കർ അവാർഡ് നേടിയ ബോളിവുഡ് പിന്നണി ഗായകൻ. ഉത്തരം സുരേഷ് വാഡ്കർ. ലോക പ്രമേഹ ദിനം എന്നാണ്? ഉത്തരം നവംബർ 14. കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം. ഉത്തരം മാനവീയം വീഥി, തിരുവനന്തപുരം. രാത്രി ജീവിതം ആസ്വദിക്കാനുള്ള കേന്ദ്രമാണിത്. രാത്രി 8 മണി മുതൽ പുലർച്ചെ 5 വരെ വീഥി ഉണർന്നിരിക്കും. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം. ഉത്തരം കേരളം. കേരളം 99.5% ഭൗതിക പുരോഗതി നേടി. രണ്ടാം സ്ഥാനം ഒഡീഷ. ബീഹാർ ആണ് മൂന്നാം സ്ഥാനത്ത്. 4 സംസ്ഥാനങ്ങൾ മാത്രമാണ് 60% മേൽ പുരോഗതി കൈവരിച്ചത്. 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ പാഠ്യ പദ്ധതിയിൽ ഏത് നിയമത്തെ പറ്റിയുള്ള ബോധവത്കരണം ഉൾപ്പെടുത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത്? ഉത്തരം പോക്സോ നിയമം. സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന കൗൺസിലാണ് കേരള ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് ഉറപ്പു നൽകിയത്. അടുത്ത വർഷം 1, 3, 5, 6, 7, 9 ക്ലാസുകളിലും 2025-26 മറ്റ് ക്ലാസുകളിലും പാഠ്യപദ്ധതിയിൽ ബോധവൽക്കരണം ഉൾപ്പെടുത്തും. ഏകദിന ക്രിക്കറ്റിന്റെ 52 വർഷത്തെ ചരിത്രത്തിൽ വിരാട് കോഹ്ലി 50 സെഞ്ചുറി തികച്ചു. എന്ന് എവിടെ വെച്ചാണ് ഈ റെക്കോർഡ് സ്വന്തമാക്കിയത്? ഉത്തരം 2023 നവംബർ 15 മുംബൈയിലെ വാങ്ഡെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച്. ന്യൂസിലൻഡിനെതിരെയുള്ള ലോകകപ്പ് സെമി ഫൈനലിലാണ് 106 പന്തുകളിൽ നിന്ന് 8 4-ഉം 1 6-ഉം അടക്കം നേടി വിരാട് കോഹ്ലി സെഞ്ചുറി തികച്ചത്. സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡാണ് കോഹ്ലി മറികടന്നത്. രണ്ടാമതും സ്പെയിനിന്റെ പ്രധാനമന്ത്രിയായത്? ഉത്തരം ഡ്രോ സാഞ്ചസ്. ഹവിയർ മിലേയാണ് അർജന്റീനയുടെ പുതിയ പ്രസിഡന്റ്. വ്യക്തികൾക്കിടയിൽ സാമൂഹിക അടുപ്പം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾക്ക് രൂപം നൽകുന്നതിനായി ലോകാരോഗ്യ സംഘടന രൂപവത്കരിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ. ഉത്തരം ഡോക്ടർ വിവേക് മൂർത്തി. കമ്മീഷനിൽ 11 അംഗങ്ങളാണുള്ളത്. US-ലെ സർജൻ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ആ സ്ഥാനത്തെത്തിയ ആദ്യ ഇന്ത്യൻ വംശജനുമാണ് വിവേക് മൂർത്തി. കർണാടകത്തിൽ നിന്ന് US-ലേക്ക് കുടിയേറിയ കുടുംബത്തിലാണ് ജനിച്ചത്. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ഡയറക്ടറായി നിയമിക്കപ്പെട്ടത്? ഉത്തരം അലോക് ശർമ്മ. UP സ്വദേശിയാണ്. കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായിരുന്ന പദവിയിലിരിക്കെ അന്തരിച്ച അരുൺകുമാർ സിൻഹയുടെ പിൻഗാമിയായാണ് നിയമനം. സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായി കേരളത്തിൽ 4 പുനരധിവാസ ഗ്രാമങ്ങൾ സജ്ജമാക്കുന്നു. എവിടെയൊക്കെയാണവ? ഉത്തരം പുനലൂർ, നിലമ്പൂർ, കാട്ടാക്കട, കണ്ണൂർ. 5 ഏക്കർ വീതം സ്ഥലം കണ്ടെത്തി ഗ്രാമങ്ങൾ ഒരുക്കാനാണ് പദ്ധതി. ബുദ്ധിപരമായ പരിമിതിയുള്ളവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും താമസിക്കാനും തൊഴിൽ ചെയ്യുന്നതിനുമുള്ള സൗകര്യങ്ങളും ഗ്രാമങ്ങളിൽ സജ്ജമാക്കും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി പ്രവർത്തിച്ച മലയാളി അടുത്തിടെ അന്തരിച്ചു. പേര്? ഉത്തരം S. വെങ്കിട്ടരമണൻ. 1990-92 കാലത്താണ് RBIയുടെ 18ാമത് ഗവർണറായി പ്രവർത്തിച്ചത്. സിവിൽ സർവീസ് പരീക്ഷയിൽ 1ാം റാങ്കു നേടിയ ആദ്യ കേരളീയൻ കൂടിയാണ്. 1985-1989 കാലത്ത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായും പ്രവർത്തിച്ചിരുന്നു. ഏത് സംസ്ഥാനത്താണ് കേന്ദ്ര ട്രൈബൽ സർവകലാശാല രൂപവത്കരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? ഉത്തരം തെലങ്കാന. ഗോത്രദേവതകളായ സമാക്ക, സരാക്ക എന്നിവയുടെ നാമധേയത്തിൽ തെലുങ്കാനയിലെ മുല്ലഗു ജില്ലയിൽ സ്ഥാപിക്കുന്ന സർവകലാശാലയ്ക്ക് 889.07 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്.
കേരളത്തിന്റെ 28ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത്? ഉത്തരം ക്രിസ്റ്റോഫ് സനൂസി. പോളിഷ് സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമാണ്. 10 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് വികസിപ്പിച്ച അത്യുത്പാദന ശേഷിയുള്ള കുരുമുളക്? ഉത്തരം ചന്ദ്ര. ഗുജറാത്തിന്റെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത്? ഉത്തരം ഗോൽ. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.